ഒറ്റ ചോദ്യമുള്ളൂ. കഴിഞ്ഞ മാർച്ചിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു പേപ്പർ അരുൺകുമാറിന്റെ അജാതിവാദമൊക്കെ തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ സ്മൃതി പരുത്തിക്കാട് വൃത്തിക്ക് പറഞ്ഞു തരും. അതങ്ങോട്ട് കേൾക്കാം. വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. ഈ പിണറായി വിജയനെതിരെ ഒരു 4 വർത്തമാനം പറയാൻ ഒരവസരം കിട്ടിയിട്ട് കുറേ നാളായി. ഈ അദ്ദേഹത്തിനെ എതിർക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, കണ്ണെടുത്താൽ കണ്ടുകൂടാ, അത്തരം കുറച്ച് ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പം നമ്മൾ പറയാൻ പോണ ആളെ. അത് കണ്ടുമല്ലോ, കേട്ടുമല്ലോ. അപ്പോൾ ഒരവസരം കിട്ടിയിട്ട് കുറേ ദിവസമായി. അതാ വീണ് കിട്ടണു. ED അങ്ങോട്ട് ഇറങ്ങി ഒരു 8-9 സ്ഥലത്ത് ചറ പറന്ന് റെയ്ഡ് നടത്തിയപ്പോൾ ഒരു വലിയ സുവർണാവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു സുവർണാവസരത്തിൽ ചർച്ച നടത്താനാണ് ഇന്നലെ റിപ്പോർട്ടർ TV സ്മൃതി പരുത്തിക്കാട് എത്തിയത്. നമ്മുടെ അതിഥിയായിട്ട് CPM-ൽ നിന്നും വന്നെത്തിയിരിക്കുന്നത് അരുൺകുമാറാണ്, അഡ്വക്കേറ്റ് അരുൺകുമാറാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടത്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിൽ, ഡിവൈഎഫ്ഐയുടെ വെസ്റ്റ് മേഖലാ ജോയിന്റ് സെക്രട്ടറി നന്ദുലാൽ, PP ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, ഹാരിഷ് കളത്തിങ്കൽ, ഫൈജാസ്, ഈ പേരുകളൊക്കെ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയാന്നേ. എന്തൊരു ആവേശത്തിലും സന്തോഷത്തിലുമാണ് സ്മൃതി പരുത്തിക്കാട് നോക്കി. കഴിഞ്ഞ ദിവസം ED കോഴിക്കോട് നടത്തിയ 8-9 സ്ഥലത്ത് നടത്തിയ റെയ്ഡില്ലേ, അവിടെ എങ്ങനെയാണ് റെയ്ഡ് നടത്തിയത് എന്നുള്ളതിന്റെ ചരിത്രമാണ് ഈ അരുൺകുമാറിന് പറഞ്ഞു കൊടുക്കുന്നത്. വീണാ വിജയന്റെ ഡയറി ED-ക്കാർ പൊക്കിയെടുത്തു. അതിലുണ്ടായിരുന്ന പേരുകളാണ് ഈ DYFI നേതാക്കളുടെയും CPM നേതാക്കളുടെയും. അവിടെ പോയിട്ടാണ് ED റെയ്ഡ് നടത്തിയത്. നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്നാണ് ഈ സ്മൃതി പരുത്തിക്കാട് ഈ അരുൺകുമാറിനോട് ചോദിക്കുന്നത്. മറുപടി വല്ലതും ഉണ്ടാകുമോ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് സ്മൃതി പരുത്തിക്കാട് 3 മാസമായി കാത്തിരിക്കുന്നു. അറിയാവോ? കാരണം കഴിഞ്ഞൊരു 3 മാസമായി എടുക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ എന്തായാലും പിണറായി വിജയനെതിരെ അല്ലല്ലോ. 3 മാസം മുമ്പ് തന്നെ അദ്ദേഹം ഭരണത്തിൽ പോയി. വീണ് കിടക്കുന്ന ഒരാളുടെ മേലെ കയറി പിന്നെ കുതിര കയറുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ CPM-നെയും പിണറായി വിജയനെതിരെയും 4 വാക്ക് പറയാൻ ഒരു അവസരം കിട്ടാതിരിക്കുകയായിരുന്നു. ഈ എടുക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയും ഈ പുതിയ സർക്കാർ, സതീശൻ സർക്കാരിന് എതിരായിട്ടുള്ളതായിരുന്നു. അതെല്ലാം തന്നെ നമ്മൾ സ്മൃതി പരുത്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം വിടുങ്ങസ്യാന്നും പറഞ്ഞിങ്ങനെ കേട്ടിരിക്കുക എന്നല്ലാതെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ അരുൺകുമാറൊക്കെ ഇങ്ങനെ കത്തി കയറുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് വീണ് കിട്ടുന്നു ഒരവസരം. ED-ക്കാർ റെയ്ഡ് നടത്തുന്നു, ആ അന്വേഷണം നടക്കുന്നു, ഒരു പ്രസ് റിലീസ് വരുന്നു, ഒരു കഥ പറയുന്നു, അങ്ങനെ ഒരു തിരക്കഥയുണ്ടാക്കുന്നു. ആ തിരക്കഥയെടുത്ത് ഇവരെടുത്ത് ചർച്ച ചെയ്യണം. പിന്നെ അവരുടെയൊക്കെ ഭാവനയ്ക്കനുസരിച്ച് പിന്നെ ഓരോരോ കഥകൾ ഉണ്ടാക്കുകയാണ്. ഡയറി കിട്ടി എന്ന് പറയുന്നു, അതിൽ പേരുണ്ടെന്ന് പറയുന്നു, അതിൽ ഇത്ര കോടി രൂപ ഹവാല പണമുണ്ടെന്ന് പറയുന്നു. ഓരോ ലേഖകർക്കും മാധ്യമപ്രവർത്തകർക്കും തോന്നുന്ന വിധത്തിൽ അതിനെയൊക്കെ ട്വിസ്റ്റ് ചെയ്തും മറിച്ചും തിരിച്ചുമൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഈ ഡിബേറ്റ് പരിപാടി. അങ്ങനെയാണ് ഈ ഡിബേറ്റ് പുരോഗമിക്കുന്നത്. ആ പുരോഗമനത്തിൽ നടക്കുന്ന ഒരു ട്വിസ്റ്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അങ്ങീ പറയുന്ന ആഗോളവൽക്കരണക്കാടോ മാറ്റി വെക്കൂ കുറച്ചു കാലം. കണ്ടോ, സ്മൃതി പരുത്തിക്കാട് മേഡത്തിന് ദേഷ്യം വന്നു തുടങ്ങി. ആ ഡയറി എവിടെന്ന് കണ്ടോ? ഇതിനു മുമ്പ് ഒരു ഡയറി ഇട്ട് താങ്കൾ ആദ്യം ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധിയോട്, ഏത് ഒരു ഡയറി ഉണ്ടല്ലോ, അതിൽ കുറെ പേരുണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഡയറി പേജ് ഉണ്ട് കടലാസൊക്കെ വെച്ചാൽ അത് തെളിവല്ലാന്ന്. അല്ല, ഒന്ന് കേൾക്കൂ മിസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? സ്മൃതി പരുത്തിക്കാട് മേഡത്തിന് മാത്രമല്ല ദേഷ്യം വരിക, നമ്മുടെ അരുൺകുമാറിന് ദേഷ്യം വന്നു തുടങ്ങി. നിങ്ങളൊന്ന് അടങ്ങും മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. മിസ്റ്റർ ആണോ മിസ്സീസ് ആണോ എന്നൊന്നും ഓർത്തില്ല. അങ്ങനെയൊക്കെ ദേഷ്യം വന്നു തുടങ്ങിയാൽ പിന്നെ അരുൺകുമാറിനും ഒരല്പം ചൂടാവില്ലേ? ആരായാലും ചൂടായി പോകും. പിന്നീട് എന്തുണ്ടായി? ഇതെന്താ, ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോയല്ലോ. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ. സ്മൃതി പരുത്തിക്കാട് എന്തെന്ന് ചോദിച്ചിട്ട് ആകെ കലിതുള്ളി ഇറങ്ങാൻ പോണു. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുക നിങ്ങളെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് സംസാരിച്ചത്? ഇപ്പൊ എന്ത് വാക്ക് ഉപയോഗിച്ചത്? എന്താണ് പറഞ്ഞത് അരുൺകുമാർ? ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അല്ല സ്മൃതി പരുത്തിക്കാട് മേഡം, അരുൺകുമാർ ഉപയോഗിച്ചത് കുരയ്ക്കുക എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ കേട്ടതല്ലേ. ഒച്ചപ്പാടുണ്ടാക്കുക എന്നൊന്നല്ല പറഞ്ഞത്. എന്താണ് കാരണം എന്നൊന്ന് ചോദിക്കും മേഡം.
എന്താണ് അദ്ദേഹത്തിന് എങ്ങനെ പ്രകോപിതനാക്കിയെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അദ്ദേഹത്തിന്റെ ആ വേർഷൻ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. അല്ല ഞാനൊരു അവതാരകയോട് കുറയ്ക്കുക എന്ന് പറയുന്ന CPM-ന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്, അതോ അങ്ങയുടെ ഭാഗത്തു വന്ന പിഴവാണോ? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. കുറയ്ക്കുക എന്ന പ്രയോഗം ഒരു വനിതാ ആങ്കറിനോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയും. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ? അല്ലല്ല ഒറ്റ മിനിറ്റ്. എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുറയ്ക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് വരിക. അങ്ങേക്ക് ഉത്തരമില്ല. ആഗോളവൽക്കരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡിന് അങ്ങ് മറുപടി പറയാതെ അങ്ങ് പോവുകയാണ്. അങ്ങ് ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ മോശം പ്രയോഗമാണ്. അങ്ങേക്ക് അത് പിൻവലിക്കാൻ കുഴപ്പമില്ല. അന്തസ്സില്ലാത്ത പ്രയോഗമാണ് നടത്തിയത്. അന്തസ്സില്ലാത്ത പ്രയോഗം നടത്തിയത് പിൻവലിക്കാൻ അങ്ങേക്ക് അവസരം നൽകിയിട്ട് അങ്ങ് ചെയ്തില്ല. എന്റെ ശൈലിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചോദ്യം ചോദിക്കും. അങ്ങേക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അരുൺകുമാർ. ഇല്ല, അങ്ങേക്ക് ഈ പ്രയോഗമായി മുന്നോട്ട് പോകാനല്ല. അങ്ങേക്ക് പിൻവലിക്കാമെങ്കിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് ഇറങ്ങാം. ഇല്ല, പിൻവലിക്കാമെങ്കിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് ഇറങ്ങാം. ഇല്ല, ഇടവേളയിലേക്ക്. നമുക്ക് എന്തായാലും ഇതിലൊരു ഇടവേള കൊടുക്കാൻ സാധ്യമല്ല. കാരണം ഒരു പൊരിഞ്ഞ തല്ല് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അരുൺകുമാർ ചർച്ചയിൽ നിന്ന് പുറത്തുപോയി. അവതാരിക തന്നെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, ഇറങ്ങി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഈ രണ്ട് കൂട്ടരുടെ പക്ഷത്തും ഒരു അളവോളം ശരിയുണ്ട്. അരുൺകുമാറിൻ്റെ അടുത്ത് അരുൺകുമാറിൻ്റെ ശരിയുണ്ട്. അവതാരികയായ നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന് അവരുടേതായ ഒരു അഭിമാന പ്രശ്നം അവിടെയുമുണ്ട്. അപ്പം ഈ രണ്ട് ശരിപക്ഷങ്ങളും അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചിലത് പറയാനുണ്ടല്ലോ. കുറയ്ക്കുക എന്നുള്ളതൊന്നും ഒരു അസഭ്യമായ വാക്കല്ല. കൊര എന്നൊക്കെ പറയുന്നത് രണ്ടും രണ്ട് സ്ഥലത്താണ്. ഇപ്പോൾ മലബാർ ഭാഗത്തൊക്കെ പോയാൽ കൊരയ്ക്കുക എന്ന് പറയും. മനുഷ്യൻ കൊര ചുമയ്ക്ക് പറയുന്നത് കൊരയും പനിയും കൊരയാണെന്നൊക്കെ പറയും. ഇപ്പോൾ പിന്നെ കുറേ പേര് അതൊക്കെ പനിയും ചുമയും എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊരയ്ക്കുക എന്നുള്ളത് ഒച്ചത്തിൽ സംസാരിക്കുക എന്നുള്ള ഒരർത്ഥം ഈ മലബാർ ഭാഗത്തൊക്കെ പൊതുവേ പണ്ട് മുതലേ ഉള്ളതാണ്. ഒരു അസഭ്യമായ വാക്കല്ല. പിന്നെ കുരയ്ക്കുന്നത് സാധാരണ പട്ടികളാണെന്ന് നമുക്കറിയാം. അങ്ങനെ അവർ സ്വയം അങ്ങനെ വിചാരിച്ചത് ഈ കുരയ്ക്കുക എന്നുള്ളതാണെന്നല്ലോ. അമിതമായി അനാവശ്യമായി അനവസരത്തിൽ ഈ വിധത്തിൽ സംസാരിക്കുമ്പോൾ പ്രായോഗികമായി പലയിടത്തും കുരയ്ക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ ആ അർത്ഥത്തിൽ അരുൺകുമാർ ഉപയോഗിച്ചതായിരിക്കാം. ഒരുപാട് ഇടപെട്ട് സംസാരിച്ചതിലുള്ള അരുൺകുമാറിൻ്റെ ഒരു പ്രതിഷേധം അറിയിച്ചതുകൂടെ ആവാം. അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകാമായിരുന്നു. ഒരു ചർച്ചയല്ലേ, ഒരു വിഷയത്തെ ആസ്പദമാക്കി ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുള്ള ബോധം ഈ രണ്ടു കൂട്ടർക്കും വേണം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സോഷ്യൽ മീഡിയയുടെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഏറെക്കുറെ ജനം ഇത് എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ മനസ്സിലാക്കാം. ഇത് സ്മൃതി പരുത്തിക്കാട് ചോദിച്ചു വാങ്ങിയതാണ്. ഇത് എന്നോ പറയേണ്ടതാണ്. ഞങ്ങൾ മനസ്സിൽ കരുതി വെച്ചതാണ്. അത് അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അരുൺകുമാറിന് ബിഗ് സല്യൂട്ട് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ചില അഭിപ്രായക്കാരുണ്ട്. അതൊക്കെ അവരുടെ അഭിപ്രായം. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ രണ്ടു കൂട്ടരും ജയിക്കണമെന്നുള്ള ആവേശത്തിലാണ് ഇരിക്കുന്നത്. അവതാരികയ്ക്ക് കൃത്യമായും ഒരു രാഷ്ട്രീയമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിണറായി വിജയനെയും CPM-നെയും എതിരെ അറ്റാക്ക് ചെയ്യുന്നതിനൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അവതാരിക എന്നാണ് പൊതുവെ ഈ ഇടതുപക്ഷക്കാർ പറയുന്നത്. അത് ജനം വിലയിരുത്തട്ടെ, നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. നമ്മൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി അത്തരത്തിൽ അവസരം അവർക്ക് കിട്ടിയിരുന്നില്ല. ഈ പുതിയ സതീശൻ സർക്കാർ വന്നതിന് ശേഷം പിണറായി സർക്കാർ പോയി 2-3 മാസമായി. അപ്പോൾ പിണറായിയെ വിമർശിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. കിട്ടുന്ന വിഷയങ്ങളെല്ലാം തന്നെ സതീശനെതിരായിരുന്നു. ആദ്യത്തെ കുറേ വിഷയങ്ങൾ തൊട്ട് PM ശ്രീ ആയാലും ഗവൺമെൻറ് പ്ലീഡർ നിയമനമായാലും നിരവധി VC നിയമനങ്ങളായാലും ആ പാർട്ടിക്കകത്ത് തന്നെ നടന്ന നിരവധി വിഷയങ്ങളായാലും നിറയെ വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന ഹെലികോപ്റ്റർ വിവാദമായാലും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ സതീശനെതിരായിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ഈ നമ്മുടെ സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള റിപ്പോർട്ടർമാർക്ക് അല്ലെങ്കിൽ അവതാരകന്മാർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക്
പ്രത്യേകിച്ചും ഈ ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു, ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർക്കൊന്നും നിരാശാജനകമായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അവിടെയൊക്കെയും ഇപ്പോൾ അവർ എഡിറ്റേഴ്സ് മീറ്റിങ്ങിലായാലും അല്ലെങ്കിൽ ഡിബേറ്റിലായാലും പ്രതിരോധത്തിൻ്റെ ഭാഗത്തായിരുന്നു. പ്രതിരോധിച്ച് ഷൈൻ ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കുറവായിരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ കാണണം. ആ ഒരു അവസരത്തിലാണ് ED ഈ റെയ്ഡ് നടത്തുന്നതും വീണ വിജയനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന ഈ സംഭവങ്ങളും ED അവിടെയും ഇവിടെയും എല്ലാം കുറെ അവിടെ ഇവിടെ വിഷയങ്ങളൊക്കെ ടച്ച് ചെയ്ത് ഏതാണ്ട് ഒരു രൂപമാക്കി ഈ പുറത്തേക്ക് വിടുന്നത്. പണ്ടൊക്കെ ലീക്ക് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ റെയ്ഡുമായി ഒരു പ്രസ് റിലീസ് കൊടുക്കും. അതിൽ കുറേ സെൻറ്റൻസുകൾ അവിടെ ഇവിടെ പറയും. അതിൽ ആരെ എപ്പോൾ എങ്ങനെ എന്ത് കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ അവർ ഉദ്ദേശിച്ച രീതിയിലൊക്കെ പറഞ്ഞു കാണും. പക്ഷെ നമുക്കത് എങ്ങനെയൊക്കെ ഭാവനയിൽ വേണമെങ്കിൽ അതിൽ ചില കഥകൾ ഉണ്ടാക്കാം. അങ്ങനെ കഥകൾ മെനയുകയാണ് ഈ മീഡിയകളും ചെയ്യുന്നത്. പിന്നെ അതിനെപ്പറ്റി വലിയ ചർച്ചയാകും, ആ വിഷയത്തെപ്പറ്റി വലിയ തല്ലാവും. നമുക്കറിയാം ഈ വിഷയം ഒരു 5-6 കൊല്ലമായി നമ്മുടെ രാഷ്ട്രീയ രംഗത്തുണ്ട്. ഈ വീണ വിജയനുമായിട്ടുള്ള ബന്ധം, അവരൊരു ബിസിനസ് ചെയ്തു, അവരതിന് പണം വാങ്ങി, പണിയെടുക്കാണ്ട് വാങ്ങി എന്ന് ചിലർ ആക്ഷേപിക്കുന്നു. പണിയെടുപ്പിക്കുന്നവനാണ് അത് പണിയെടുത്തോ എടുത്തില്ലേ എന്ന് പറയേണ്ടത്. ഇനി അത് ഒരു വിവാദമാവുകയാണെങ്കിൽ അത് കോടതിയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. ഇതുവരെ കോടതിയിൽ ഒരു കേസും എത്തിയിട്ടില്ല, ഒരു കുറ്റപത്രവും കൊടുത്തിട്ടില്ല എന്ന് പറയാം. അന്വേഷണം മുറയ്ക്ക് നടക്കും. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇനി ഒരു 5 കൊല്ലക്കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിനെ താഴെ ഇറക്കി BJPക്ക് അധികാരത്തിൽ വരണമെങ്കിൽ മറുപക്ഷത്ത് ഒരിക്കലും CPM വീണ്ടും ശക്തി പ്രാപിക്കാൻ പാടില്ല. അപ്പോൾ അതിനെ അടിച്ചമർത്താനുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെൻറ്റും അവിടെ ഭരിക്കുന്ന BJPയും പ്രയോഗിക്കും. അതിനുപയോഗിക്കുന്ന ടൂൾസാണ് ED എന്നാണ് അത്രേ ഈ ഇടതുപക്ഷക്കാർ ആക്ഷേപിക്കുന്നത്. അത് സത്യമാണോ എന്ന് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. സ്മൃതിയെ പോലെയുള്ള അവതാരകരെ തങ്ങളുടെ ചാനലിലേക്ക് ഏതെങ്കിലും കക്ഷി നേതാക്കളെ അവരുടെ അഭിപ്രായം പറയാൻ വിളിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് മുഴുവനായി കേൾക്കുക. അതിനോട് വിമർശനമുണ്ടെങ്കിൽ അതിന് എതിർത്ത് പറയാനായിട്ട് മറ്റു കക്ഷികളിലുള്ളവരോ നിരീക്ഷകന്മാരോ ഇനി ഈവൻ അവതാരകയ്ക്ക് തന്നെ ഒരു ലിമിറ്റഡ് ആയിട്ട് പറയുന്നതിലൊന്നും തെറ്റില്ല. അതിര് കടന്ന് ഏതെങ്കിലും വ്യക്തിക്കും കക്ഷിക്കും വേണ്ടി വാദിക്കുമ്പോൾ അത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാവില്ല എന്നുകൂടി ഇവരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.